ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. വടക്കേക്കരയിലെ അച്ചാച്ചനമ്മമ്മേനെയും കാണാൻ. അവിടെ ചെല്ലുന്നതിൽ പല കാര്യങ്ങളുണ്ട്. അത് അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും. അമ്മമ്മയ്ക്ക് അച്ചാച്ചനാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. കല്യാണത്തിന് ശേഷം നന്ദുവായി. ഇപ്പോൾ കുഞ്ഞു വന്നതിന് ശേഷം ഞങ്ങളെ ആരും അന്വേഷിക്കത്തൂല. നന്ദുവാണെങ്കിൽ പയ്യെ അടുക്കള കയറി അമ്മമ്മേനെ സഹായിക്കുന്ന മുഖേന ഈ മെനു ഒക്കെ എന്തൊക്കെയുണ്ടെന്നറിയാൻ. നന്ദു മെയിൻലി വരുന്ന ഈ ഒരൊറ്റ കാര്യത്തിന് അമ്മാമ്മയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അമ്മമ്മയുടെ ബീഫും മീൻകറി അയ്യോ ഒരു രക്ഷയില്ല. അമ്മമ്മയുടെ മീൻകറിക്ക് ഭയങ്കര ഫാൻ ബേസാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അമ്മമ്മയുടെ ബീഫ് വഴറ്റിയത് അയ്യോ, ഇതിപ്പോൾ ബീഫ് കറിയാണ്, പക്ഷെ അമ്മമ്മ അത് വഴറ്റിത്തരും, ഭയങ്കര ടേസ്റ്റ്. ഈ ഫുഡെല്ലാം കഴിച്ചതിന് ക്ഷീണം അവൻ്റെ മുഖത്താണ് ശരിക്കും കാണാനുള്ളത്. പിന്നെ അപ്പയും മോനും കൂടെ അവിടെ സിറ്റൗട്ടിൽ കിടന്ന് കുറേ നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ എല്ലാം ക്ഷീണം ദാ കിടക്കുന്ന എല്ലാം കളിയും ചിരിയും കഴിഞ്ഞ് 3 പേരും ഒരുമാതിരി ക്ഷീണിച്ച അവശരായി. പിന്നെ 4 മണിയായപ്പം കുമ്പളടയും ചായയും. അമ്മ കുഞ്ഞിനെ കളിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വശീകരിക്കുന്ന പോലെയാണ് കളിപ്പിക്കുന്നത്. അതിനുശേഷം രാത്രിയായപ്പം സിറ്റൗട്ടിൽ വന്നിരുന്ന രാത്രി ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹംബൂനെ കൊണ്ട് കുറേ നേരം അവിടെ നിന്ന് കളിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത്, അമ്മ വരുന്നത് മെയിൻലി ഇതൊക്കെ പാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം കഴിഞ്ഞ് അച്ചാച്ചനും അമ്മയ്ക്കും ഞങ്ങൾ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.